morning. Okay, Sana, good morning. Avani, Ajishna, Sharanya, good morning. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഏകദേശം തീർന്നു. അതെ, പോർഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അന്നത്തെ ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് പഠിച്ചത് കേട്ടോ. കമ്പ്യൂട്ടേഴ്സിന്റെ 10 ഉപയോഗങ്ങള്. പിന്നെ നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജറുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. അത്രയാണ് നമുക്ക് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വായിച്ചു നോക്കിയോ എല്ലാവരും? ഇത് ക്ലാസ്സിൽ ഇരുന്നവരൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനിയിപ്പോ നമ്മുടെ ചാപ്റ്റേഴ്സുകളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന് റിമൈൻഡേഴ്സിനുള്ളൊരു കുറച്ചും കൂടെ പോർഷൻസ് എടുക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങള് ഓർത്ത് വെക്കുക. അങ്ങനെ അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ HIMS എന്താണ് പഠിച്ചു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, പോയിന്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ. പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെയാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോരോ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യം അല്ലെ. ഓക്കെ, ആ ഒരു പോയിന്റുകൾ ഓർത്ത് വെക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. താഴെ പറയുന്നതില് HIMSന്റെ കമ്പോണൻസുകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, ഓക്കെ, then patient management, facility management, staff management, supply management, financial management, insurance management, laboratory management, report management, then vaccination management and support management. അതൊക്കെ കമ്പോണന്റുകളാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് കേട്ടോ. ബെനിഫിറ്റുകൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിനും പേഷ്യന്റിന്റെ ഇടയിലുള്ള ആ ഒരു ആശയവിനിമയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. പഴയ പോലെ അല്ല അല്ലെ. ഇപ്പൊ നമ്മൾ കുറേയും കൂടെ എന്താണ് പേഷ്യൻസ് അവരുടെ പേഷ്യൻസിൽ കുറേയും കൂടെ എൻഗേജ്ഡ് ആണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ അല്ലെ. ഹോസ്പിറ്റൽ ഡാറ്റകൾ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, പേഷ്യൻസിന്റെ വിവരങ്ങള് ആക്സസ് ചെയ്യാനായിട്ട് കുറെ കൂടെ എന്തായി, എളുപ്പമായി. പിന്നെ റിഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം അല്ലെ. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് അല്ലെ. അതായത് ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയം, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ ബുഷ്ര, ഗുഡ് മോർണിംഗ്. ആ ഒരു ടൈം നമുക്ക് വളരെയധികം എന്ത് ചെയ്യാൻ പറ്റി, റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി, കുറയ്ക്കാൻ പറ്റി. പിന്നെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് അല്ലെ, ചെലവ് നമുക്ക് ചുരുക്കാനായിട്ട് സാധിച്ചു. പിന്നെ കാര്യം അറിയാലോ, നമ്മളെല്ലാം മാനുവലി ചെയ്യുമ്പോൾ എന്താണ്, ലേബർ കോസ്റ്റ് കൂടും അല്ലെ. എല്ലാം നമ്മൾ മാനുവലി ചെയ്യുന്ന സമയത്ത് മാനുവലി ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ എന്ത് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും, ലേബർ കോസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റി അല്ലെ. ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഒത്തിരി കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് അവിടെ പറയുന്ന കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇന്റലിജന്റ് അനലിറ്റിക്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് റിപ്പോർട്ട്സ്. അതായത് നമ്മള് റിപ്പോർട്ടുകളൊക്കെ അപ്പൊ തന്നെ ജനറേറ്റ് ചെയ്ത് കിട്ടുകയാണ് അല്ലെ. ഒരു ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് അപ്പൊ തന്നെ ജനറേറ്റ് ചെയ്ത് നമുക്ക് ലഭിക്കുകയാണ് അല്ലെ. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സുകളിലൂടെ നമുക്ക് കൃത്യമായിട്ടൊരു അനാലിസിസ് അല്ലെ നടത്താനായിട്ട് സാധിച്ചു. പിന്നെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അല്ലെ, അതായത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. കാര്യം HIMS എന്ന് പറയുന്ന ഒരു സംവിധാനം, അതില് ഒരുപാട് എന്താണ് സോഫ്റ്റ്വെയർ മൊഡ്യൂൾസുകൾ ഉണ്ട് അല്ലെ. ലബോറട്ടറിയിലായാലും റേഡിയോളജിയിലായാലും അല്ലെ, ഓരോ ഭാഗത്ത് ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ എല്ലാം തന്നെ സെൻട്രലി കണക്റ്റഡ് ടു HIMS ആയിട്ട് സെൻട്രലി കണക്റ്റഡ് ആണ്.
HAMS എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലോട്ട് നമുക്ക് അതിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സുകൾ കുറയ്ക്കാൻ സാധിച്ചു. റെഡ്യൂസ്ഡ് റീ അഡ്മിഷൻ ആൻഡ് റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് അല്ലെ, റീ അഡ്മിഷനും റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റി. കാരണം മെഡിക്കൽ എറർ കുറയ്ക്കാൻ പറ്റി. എറർ കുറയ്ക്കുമ്പോൾ തന്നെ എന്താണ്, വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. റീ അഡ്മിഷനുള്ള ചാൻസ് കുറവാണ്. റീ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഒക്കെ അവിടെ വളരെയധികം കുറവാണ്. ഓക്കെ, അതുപോലെ പിന്നെ നമ്മൾ പഠിച്ച പോയിന്റ് മാത്രം നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് കേട്ടോ. HAMSന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ ഏതൊക്കെയായിരുന്നു? പേഷ്യന്റ് പോർട്ടൽ, മെഡിക്കൽ ബില്ലിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് അഥവാ ഇ പ്രിസ്ക്രൈബിംഗ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, ഇതൊക്കെയാണ് അതിന്റെ പോയിന്റുകളായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് അല്ലെ. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം 4 നമ്മൾ പഠിച്ചത് അല്ലെ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്താണ് അല്ലെ, അതുപോലെ തന്നെ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ CPOE അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് എന്താണ് പ്രൊവൈഡർ, അത് പഠിച്ചില്ലേ നമ്മള്. CPOE വേറെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡറിംഗ്. ഈ 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസുകളും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് 10 യൂസേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അത് വളരെ എളുപ്പമാണ്, ആ പോയിന്റുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ HIM അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജറുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസുകൾ ഇത്രയാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചത് കേട്ടോ. ശരിക്കും വലിയ ചാപ്റ്റർ ആണെങ്കിലും പഠിച്ചു വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടന്റുകൾ വളരെയധികം അവിടെ കുറവാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് 3rd 4th മൊഡ്യൂളിലൊക്കെ ആയിട്ട് ഏകദേശം ഓക്കെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പബ്ലിക് റിലേഷൻ, ethical and legal issues, then medical records, medical insurance, centralized medical care system, quality management, responsibilities of hospital administration, പിന്നെ നമ്മൾ പഠിപ്പിച്ചത് hospital information management system basic ആണ്. ഓക്കെ, അപ്പോ ഏകദേശം നിങ്ങൾക്ക് എന്റെ ടോപ്പിക്സ് ഇതൊക്കെയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസുകൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ അതേപോലെയാണ് ആ രീതിയിൽ നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ തിയറി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലെ. ഓക്കെ, അതുകൂടി ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ കാര്യം ചെയ്യാണ്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പലതും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം വിലയിരുത്താൻ പറ്റും കേട്ടോ, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് കേൾക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. What is intra-hospital transfer? What is intra-hospital transfer? നമ്മള് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിനകത്ത് പഠിച്ച കാര്യമാണ് അല്ലെ. ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ ആമിന, ഗുഡ് മോർണിംഗ്. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഓപ്ഷൻസുകൾ ഒന്ന് വായിക്കാം. ഷിഫ്റ്റിംഗ് ഓഫ് പേഷ്യൻസ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ, ഷിഫ്റ്റിംഗ് ഓഫ് പേഷ്യൻസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഷിഫ്റ്റിംഗ് ത്രൂ ആംബുലൻസ്, ഓൾ ഓഫ് ദി എബവ്. ഏതായിരിക്കും ആൻസർ വരിക? നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമോ? എന്താണ് വാട്ട് ഈസ് ഇൻട്രാ ഹോസ്പിറ്റൽ? ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും ആൻസർ വരിക?
ഓക്കെ, കറക്റ്റ് ആണ് ഡോണ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ ബുഷറ, കറക്റ്റ് ആണ് കേട്ടോ. ഷിഫ്റ്റിംഗ് ഓഫ് അഞ്ജന ഓക്കെ കറക്റ്റ് ആണ്. ഷിഫ്റ്റിംഗ് ഓഫ് പേഷ്യൻസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന വാക്കാണ് അല്ലെ. ഇന്ത്യൻ ഹോസ്പിറ്റലും ഇന്റർ ഹോസ്പിറ്റലും എവിടെയും ഈ വാക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്റ എന്ന് പറയുമ്പോൾ വിത്ത് ഇന്റ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഇന്റ എന്ന് പറയുമ്പോ എന്താണ് വ്യത്യസ്തമാണോ അങ്ങനെ തോന്നും കേട്ടോ. അപ്പൊ ഇന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് വിത്ത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നതാണ് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ളത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത നോക്കിയേ, ദ മെയിൻ എയിം ഇൻ ഓൾ ഷിഫ്റ്റിംഗ് ഈസ് ടു മെയിൻറ്റൈൻ ഡാഷ്. ദ മെയിൻ എയിം ഇൻ ഓൾ ഷിഫ്റ്റിംഗ് ഈസ് ടു മെയിൻറ്റൈൻ ഡാഷ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഡോക്ടർ സാറ്റിസ്ഫാക്ഷൻ, ഓപ്ഷൻ ബി നഴ്സസ് ഓർഡർ, ഓപ്ഷൻ സി കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? സി ആണ് അല്ലെ, കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. നമുക്ക് മെഡിക്കൽ കെയർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അതിന്റെ ആ ഒരു തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വിച്ച് among the following is included in the purpose of transfer of patients? കേട്ടോ, താഴെ തന്നിരിക്കുന്നവര് ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫറിന്റെ പർപ്പസുമായിട്ട് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. ഓപ്ഷൻ ബി, ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. ഓപ്ഷൻ സി, to get necessary diagnostic needs and procedure. Option D, all of the above. ഏതാണ് ആൻസർ വരിക? ഇതായിരിക്കും ആൻസർ വരിക. ഓൾ ഓഫ് ദി എബവ്. ഡി ആണ് ഓപ്ഷൻ. കാര്യം എന്താണ്? ഇതെല്ലാം ഈ എല്ലാ കാര്യങ്ങളും അതിന്റെ പർപ്പസ് ആണ് അല്ലെ. ട്രീറ്റ്മെന്റ് കൊടുക്കുക, നഴ്സിംഗ് കെയർ കൊടുക്കുക, സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുക, അതുപോലെ നെസസറി ഡയഗ്നോസ്റ്റിക് നീഡ്സ് ആൻഡ് പ്രൊസീജിയർ ലഭിക്കുക, ഇതെല്ലാം അതിന്റെ ആവശ്യമാണ് അല്ലെ. സോ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരിക. ഓക്കെ, പിന്നെ what are the necessary equipment needed for the transfer of a patient? Option A, wheelchair or structure. Option B, identification labels. Option C, patient's belongings. Option D, all of the above. ഏതാണ് ആൻസർ വരിക? നമ്മൾ അതിനകത്ത് പഠിച്ചിരുന്നു അല്ലെ, പേഷ്യന്റിന്. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ദ ഡിസിഷൻ, അത് ഞാൻ അന്ന് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The decision to transfer the patient is decided by dash doctor. ആരാണ്, ഏത് ലെവൽ ഡോക്ടർ ആണ് ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത്? ഓപ്ഷൻ എ, സീനിയർ കൺസൾട്ടന്റ് ലെവൽ. ഓപ്ഷൻ ബി, ജൂനിയർ റെസിഡന്റ്. ഓപ്ഷൻ സി, കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലെ, കറക്റ്റ് ആണ്. സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു ഡിസിഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ GCS ട്രാൻസ്പോർട്ട്. എന്താണ് GCS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനറൽ കാർഡിയാക് സിസ്റ്റം, ജനറ്റിക് കൊറോണറി സിസ്റ്റം, ജനറൽ കാർഡിയാക് സയൻസ്, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ആണ് കേട്ടോ. എന്താണ്, നോർമൽ ഉണ്ടല്ലോ, നമ്മൾ ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള ആളുകളുടെ കോൺഷ്യസ് ലെവലൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കെയിൽ ആണ് കേട്ടോ. അത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ, GCS. അതുപോലെ ABG സ്റ്റാൻഡ്സ് ഫോർ. പല ചാപ്റ്റേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടാണോ? ABG മെഡിക്കൽ ടെർമിനോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ആണ് കേട്ടോ. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഓപ്ഷൻസിലെ ആൾട്ടർനേറ്റീവ് ബ്ലഡ് ഗ്യാസ് വാല്യൂ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി, ഓട്ടോ ബ്ലഡ് ഗ്യാസ് വാല്യൂ. ഓപ്ഷൻ സി, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഇതാണ് ആൻസർ വരിക. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട്, അതിന്റെ അളവ്, അതിന്റെ ലെവൽ എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാല്യൂ ആണ് കേട്ടോ ABG എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. What are the drugs required for the patient transfer? No. What are the necessary drugs required for the patient transfer? Options പറയാം. Muscle relaxant. Option B, sedatives. Option C, analgesics.
ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇതാണ് ആൻസർ വരിക. ഇതായിരിക്കും ആൻസർ വരിക. ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കരുതേണ്ട മരുന്നുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മസിൽ റിലാക്സൻസ്, ഓപ്ഷൻ ബി സെഡേറ്റീവ്സ്, ഓപ്ഷൻ സി അനാൽജസിക്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. കറക്റ്റ് ആണ് കേട്ടോ. അതാണ് അഞ്ചിന. ഇതാണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലെ. ഓക്കെ, അഞ്ചിന ആദ്യം കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഓതന്റിക്കേഷൻ ഡോക്യുമെന്റ് മസ്റ്റ് ഇൻക്ലൂഡ്. ഓതന്റിക്കേഷൻ ഡോക്യുമെന്റ് മസ്റ്റ് ഇൻക്ലൂഡ് ഇതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഓപ്ഷൻ എ പേഷ്യന്റ് കണ്ടീഷൻ, ഓപ്ഷൻ ബി റീസൺ ടു ട്രാൻസ്ഫർ, ഓപ്ഷൻ സി ക്ലിനിക്കൽ ഇവന്റ്സ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇതാണ് ആൻസർ വരിക. ഇതാണ് ആൻസർ വരിക. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. അടുത്തത് മോസ്റ്റ് ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ദ പേഷ്യന്റ് ട്രാൻസ്ഫർ ഈസ് ഓപ്ഷൻ എ ലെവൽ 0 പേഷ്യന്റ്, ഓപ്ഷൻ ബി ലെവൽ 2, ഓപ്ഷൻ സി ലെവൽ 1, ഓപ്ഷൻ ഡി ലെവൽ 3. ഇതാണ് ലെവൽ 3 ആണ്. അതാണ് ലെവൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷെ നമ്മളറിയാം ഓരോ പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ ലെവലിനനുസരിച്ച് കൊണ്ട് നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 4 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എന്നല്ല, 0യിൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ലെവൽ 0, 1, 2, 3 അങ്ങനെ 4 ലെവലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 3 പേഷ്യൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യമുണ്ട്. ഓരോ ലെവൽ ഓഫ് പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അക്കമ്പനി ചെയ്യേണ്ട സ്റ്റാഫുകൾ ആരൊക്കെയാണ് അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ലെവൽ 0 പേഷ്യൻസിന് ആരും അക്കമ്പനി ചെയ്യേണ്ട കാര്യമില്ല, അത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ലെവൽ 1ൽ ആരാണ്, ലെവൽ 2ൽ ആരാണ് അക്കമ്പനി ചെയ്യേണ്ടത്, ലെവൽ 3ൽ ആരാണ് അക്കമ്പനി ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. Which among the following personnels are accompanied by level 3 patients കേട്ടോ. അപ്പൊ ലെവൽ 3 കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ക്രിട്ടിക്കൽ ലെവലിലുള്ള പേഷ്യൻസ് ആണ്. അവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അവരുടെ കൂടെ അക്കമ്പനി ചെയ്യേണ്ടത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഡോക്ടർ, ഓപ്ഷൻ ബി നഴ്സ്, ഓപ്ഷൻ സി പാരാമെഡിക് സ്റ്റാഫ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഏതാ വരിക? ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരിക അല്ലെ. ഓക്കെ, അതുപോലെ നോക്കിയേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The most suitable method of transporting the patient for organ transplantation. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് ഏതാണ്? നമ്മൾ 2 മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ആണ് പഠിച്ചത്. എയർ ട്രാൻസ്പോർട്ട് പഠിച്ചു, നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഇതിൽ രണ്ടിൽ ഒന്നും ആണ് ആൻസർ വരിക അല്ലെ. ഏതാണ് ആൻസർ വരിക? എയർ ട്രാൻസ്പോർട്ട്. വെരി ഗുഡ്, കറക്റ്റ് ആണ് അവിടെ എയർ ട്രാൻസ്പോർട്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരം ഭാഗങ്ങളൊക്കെ നോക്കുക കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന് ആ ഭാഗത്ത് ക്രിട്ടിക്കൽ ലെവല് അതൊക്കെ നോക്കുക. ഓക്കെ, അതുപോലെ വാട്ട് ഈസ് ന്യൂമോതൊറാക്സ്? എന്താണ് ന്യൂമോതൊറാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഇതാണ്, എയർ ഇൻ ദ ലങ്സ്, ഓപ്ഷൻ ബി എയർ ഇൻ ദ ഹാർട്ട്, ഓപ്ഷൻ സി ഇൻസ്റ്റെബിലിറ്റി ഓഫ് ദ നെക്ക്, then ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് ആൻസർ വരാം? ഓപ്ഷൻ എ ആണ് അല്ലെ, എയർ ഇൻ ദ ലങ്സ്. അതിനെയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസുകൾ വരിക. എളുപ്പമാണ്, പഠിച്ചു പോകുന്നവരെ സംബന്ധിച്ച് എളുപ്പമായിരിക്കും കേട്ടോ. നല്ല ഇനിയും സമയം ഉണ്ട് കേട്ടോ. സമയമില്ല എന്ന് പറയുന്നത് സമയമുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവരൊക്കെ ഇപ്പോഴേ തന്നെ തുടങ്ങുക കേട്ടോ. ഇനി അതിനു വേണ്ടി മാറ്റി വെക്കരുത്. അതുപോലെ നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണം ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മള് പഠിച്ചത് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റലിലാണ്.
അതിനകത്ത് നമ്മള് കുറെ കാര്യങ്ങൾ അതിനകത്ത് പോയിന്റുകൾ ചാപ്റ്റർ ആണെങ്കിലും കണ്ടന്റുകൾ വളരെ കുറവായിരുന്നു ചാപ്റ്ററിനകത്ത് അല്ലെ. നമ്മൾ അതിനകത്ത് പബ്ലിക് റിലേഷൻ എന്താണെന്ന് പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. പലതവണ ചോദിക്കുന്നതാണ് അല്ലെ. എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, പിന്നെ നമ്മൾ പബ്ലിക് റിലേഷന്റെ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് അതിലൊരു ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ പഠിക്കാനായിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ആ ഡെഫിനിഷൻ തന്നെ ഡയറക്റ്റ് തന്നിട്ട് ആര് പുട്ട് ഫോർവേഡ് ചെയ്തതാണ് എന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ അവിടെ പഠിച്ചത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ 2 മെത്തേഡുകളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അല്ലെ. ഏതൊക്കെയായിരുന്നു? ഓപ്പറേറ്റീവ് മെത്തേഡും ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും ഉണ്ട്. ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. പഠിക്കാന്ന് വെച്ചാൽ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. കാണാപ്പാഠം പഠിക്കുന്ന ഒരു കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അല്ലെ. സജക്ഷൻ ബോക്സുകളുണ്ട്, ഹോസ്പിറ്റൽ വിസിറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ഫെയറുകൾ നടത്തുന്നുണ്ട് അല്ലെ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ കൂടുതലും പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്ത് ഏത് രീതിയിൽ പ്രവർത്തിക്കണം, വളരെ ജോയ്ഫുൾ ആയിട്ട്, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം, അതുപോലെ വളരെ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പോയിന്റുകൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്താണ് അഡ്വൈസറി കമ്മിറ്റി, പിന്നെ കുറെ ബോക്സുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ആ ബോക്സിനകത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് അഡ്വൈസറി കമ്മിറ്റി എന്താണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവരുടെ പോരായ്മകള് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ എന്താണ്? ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ അതിനകത്ത് കുറെ സർവേ പഠിച്ചു, ജനറൽ ഒപ്പീനിയൻ പോൾ പഠിച്ചു, അതുപോലെ വോളണ്ടറി ആയിട്ടുള്ള ആ ഒരു കൺസെന്റ്, ഇങ്ങനെയൊക്കെ കുറച്ച് പോയിന്റുകൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഏതൊക്കെ രീതിയിലാണ് പബ്ലിക് റിലേഷനെ സ്വാധീനിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ്, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ അല്ലെ. അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഇൻഡിക്കേറ്ററും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനെ എഫക്ട് ചെയ്യുന്നത്, അതൊക്കെ ഒരു പോയിന്റുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ മിനിമൽ ടേൺ ഓവർ ഓഫ് ദ റിലേഷൻ. മിനിമൽ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ അതിൽ കുറെ പോയിന്റ് പഠിച്ചു. ആംബിൾ കോമൺ സെൻസ്, ഗുഡ് ജഡ്ജ്മെന്റ് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ആ പോയിന്റുകളൊക്കെ വായിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചു പോവുക കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നോക്കേണ്ട ഒരു ഭാഗമാണ് റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. 4 പോയിന്റുകൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, ഒപ്പീനിയൻ മൈസ്ട്രോ, പ്രോബ്ലം സോൾവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ആ 4 റോളുകളും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നും അതിനുള്ളിലേക്കൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് വലിയ അവസാനം വരുന്ന കുറച്ച് ബോക്സസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. Who is known as the father of public relation? ഈ ഒരു ചോദ്യം നിങ്ങൾ കേട്ട് പഴകിയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. ഓക്കെ, who is known as the father of public relation? ആരാണ് who is known as the father of public relation? എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് what was the title of എഡ്വേർഡ് ബെർണേഴ്സ് ഫസ്റ്റ് ബുക്ക്? എഡ്വേർഡ് ബെർണേഴ്സിന്റെ ആദ്യത്തെ ബുക്കിന്റെ പേരെന്താണ്? ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ കേട്ടോ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. Who defined the public relation as എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. Knowing what public hopes for and explaining how administration is satisfying this desire. ആരുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡെഫിനേഷൻ ആണിത്?
ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. അതിനെയാണ് ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ്. ഓക്കെ. The methods basically related with the every aspect of hospital's operation. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും കവർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ് അല്ലെ. എന്താണ് ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ്. അതുപോലെ തന്നെ നോക്കിയേ, മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ഡാഷ് ഇസ് ദ പബ്ലിക് റിലേഷൻ. കണ്ടോ, നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്നും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനെ എഫക്ട് ചെയ്യുന്നത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ഡാഷ് ഇസ് ദ പബ്ലിക് റിലേഷൻ. എന്താണ് മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ എന്താണ്? ബെറ്റർ ആണോ, ബാഡ് ആണോ, ആവറേജ് ആണോ? എന്താണ് വരാം? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. അതായത് കൂടുതൽ ആളുകൾ സ്വമേധയ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മുന്നോട്ട് വരുന്നു പറഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ഡാഷ് ദ പബ്ലിക് റിലേഷൻ. എന്താണ്? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. കംപ്ലൈന്റ്സുകളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻ ബെറ്റർ ആണ് എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Which of the following are included in the indicators for evaluating public relation in community? ഒരു കമ്മ്യൂണിറ്റിയില് പബ്ലിക് റിലേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതില് താഴെ തന്നിരിക്കുന്നവർ ഉൾപ്പെടുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ജനറൽ ഒപ്പീനിയൻ പോൾ, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരിക. ഈ പറഞ്ഞതെല്ലാം എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഓക്കെ. അതുപോലെ നോക്കിയേ, ഹൂ സജസ്റ്റ് ദ വേസ് ടു ഓവർകം the shortcomings to the hospital administration. അല്ല, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് ആ ഒരു സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്തത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റിയാണ്. അഡ്വൈസ് കൊടുക്കുന്നത് അതിനാണ് അല്ലെ. അഡ്വൈസറി കമ്മിറ്റിയാണ്. അതുപോലെ ഡാഷ് ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ഡാഷ് ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ആരാണ്? പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഡാഷ് ഈസ് ഹിസ് ഓർ ഹെർ ജോബ് ടു പുട്ട് അപ്പ് ദ ഫേസ് ഓൺ ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ദാറ്റ് കുഡ് എംബരാസ് ഓർ ഡിഫെയിം ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് ഒരു കമ്പനിക്ക് നേരെ എന്തെങ്കിലും അലിഗേഷൻസ്, ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, അതിന്റെ ഫേസ് നല്ല രീതിയിൽ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് റോളിലാണ് അല്ലെ? പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഏത് റോളിലാണ് അത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റർ എന്ന റോളാണോ, അഡ്വക്കേറ്റ് എന്നുള്ള റോളാണോ, പ്രോബ്ലം സോൾവർ എന്ന റോളാണോ, ഒപ്പീനിയൻ റൈറ്റർ ആണോ? ഉത്തരം പ്രോബ്ലം സോൾവർ ആണ്. ഓക്കെ, ക്ലിയർ? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഏകദേശം അവിടെ നിന്നൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുക. അപ്പൊ ഇത് വായിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഇതൊന്നും നിങ്ങളിങ്ങനെ കാണാൻ പാഠം പഠിക്കുന്ന ഒരു തലവേദനയായിട്ട് അതെന്ന് വിചാരിക്കേണ്ട. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓപ്ഷൻസും ഉണ്ട് അല്ലെ. ഓപ്ഷൻസിൽ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ഒരു ടാസ്ക് മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോ നമുക്കറിയാം, ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? നമ്മൾ എന്തുകൊണ്ട് മത്സര പരീക്ഷകൾക്കൊക്കെ കൂടുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് അറിയോ? എല്ലാം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്ക് അറിയുന്ന ചോദ്യം പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും അല്ലെ. 1 or 2 ചാപ്റ്റർ മാത്രം പഠിച്ച് ഒബ്ജക്റ്റീവ് എക്സാമിന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സുകളും ഒരേപോലെ രീതിയിൽ വായിച്ച് കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം എന്ത് ചെയ്യേണ്ടത്? വായിക്കുന്ന സമയത്ത് മനസ്സിരുത്തി വായിക്കുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ കേട്ടോ. മനസ്സിരുത്തി വായിച്ചു നോക്കുക. അപ്പൊ അത് മനസ്സിൽ കയറിക്കോളും. ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്കത് പിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റർ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്. ഞാൻ ആ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് ആക്ടുകൾ വരുന്നുണ്ട്. ആക്ടുകൾ നിങ്ങൾ പഠിക്കണം. അതിന്റെ വർഷം ഡയറക്റ്റ് ചോദിക്കാനുണ്ട് കേട്ടോ. അപ്പൊ വർഷങ്ങൾ പഠിച്ചു വെക്കാം. അതിൽ നമ്മളൊരു 10ഓളം ആക്ട് ഒക്കെ പഠിച്ചതിന് ചെറിയൊരു സൂത്രപ്പണിയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ.
അല്ലാത്തവർ എങ്ങനെയാന്ന് വെച്ചാൽ അത് പഠിച്ചെടുക്കാം. നമ്മൾ ആ ചാപ്റ്ററിനകത്ത് ലോ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ലോക്ക് 3 ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. അതുപോലെ എന്താണ് എത്തിക്സ്, എന്താണ് എത്തിക്സിന് ഈ പറഞ്ഞ പോലെ പല രീതിയിലൂടെ എത്തിക്സിനെ നമ്മൾ നോക്കി കണ്ടു അല്ലെ. ചിലത് പറഞ്ഞു ഇറ്റ് ഈസ് എ മോറൽ പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അതൊരു ഒരു ഓർഗനൈസേഷനിൽ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ പറ്റി പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ സിസ്റ്റം ഓഫ് പ്രിൻസിപ്പിൾസ് ആണെന്ന് പറഞ്ഞു. പല രീതിയിൽ നമ്മൾ കോഡ് ഓഫ് എത്തിക്സിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്ക് 3 ഡെഫിനേഷൻസ് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചത് ഈ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അറിയേണ്ടതിന്റെ ആവശ്യകത എന്താണ് അല്ലെ. റീസൺസ് ഉണ്ട്, അതിന് കുറച്ച് റീസൺസ് ഒക്കെ അവിടെ ആ ഫസ്റ്റ് പേജിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ എന്താണ് MLC അല്ലെ. MLC എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് ആണ് അല്ലെ. ഈ പറയുന്ന പോലീസിന്റെയോ കോടതിയുടെയോ അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ചാപ്റ്ററിൽ നമ്മൾ ടോർട്ട് നിയമത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസും അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അതുപോലെ ആ ചാപ്റ്ററിനകത്ത് ടോർട്ട് നിയമത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. ടോർട്ടിനും എക്സാമ്പിൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിളും ടോർട്ട് നിയമത്തിന്റെ കീഴിൽ വരുന്നതിന് കുറെ എക്സാമ്പിളുകൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകുന്നത്, മാറിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. അത്ര കൺഫ്യൂസ്ഡ് ഒന്നും അല്ലാതെ. ഓക്കെ, അതുപോലെ ടോർട്ട് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ലാറ്റിൻ പദമായ ടോർട്ടസ്, അതിന്റെ മീനിങ് ഫിക്സ്ഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളൊരു 10ഓളം ജനറൽ ആക്ടുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെ, അതുപോലെ PF ആക്ട്, ESI ആക്ട് അല്ലെ. ഓരോ ആക്ടിന്റെയും ചില പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എവിടെയൊക്കെ അത് അപ്ലിക്കബിൾ ആണ്. അതുപോലെ എന്താണ് ബോണസ് ആക്ട്, അതിന്റെ വർഷങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പഠിക്കുന്നത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഓക്കെ, അതൊക്കെ വർഷങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം കേട്ടോ. അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് അല്ലെ, അങ്ങനത്തെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് ആക്ടുകൾ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് വർഷമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അതിൽ നിന്ന് പരിചയപ്പെടാം. ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. Which among the following is an example for the medico legal cases? കേട്ടോ, മെഡിക്കോ ലീഗൽ കേസസിന് താഴെ പറയുന്നതിൽ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആനിമൽ അറ്റാക്ക്, ഓപ്ഷൻ ബി ഫിസിക്കൽ അസോൾട്ട് കേസസ്, ഓപ്ഷൻ സി മാസ് ഫുഡ് പോയ്സണിങ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതാണ് ആൻസർ വരിക. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഡാഷ്. ഓപ്ഷൻ എ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ ബി ഇൻഡസ്ട്രി, ഓപ്ഷൻ സി ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി. ഇതാണ് ആൻസർ വരിക. ഇൻഡസ്ട്രി അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം ഹോസ്പിറ്റൽസ് വരുന്നത് ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ ഫെയർഡ് ഫ്രം ദ ഡാഷ് ആക്ട്. ഫെയർഡ് മീൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓപ്ഷൻസ് വായിക്കാം. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, മിനിമം വേജസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓപ്ഷൻ ഏതാണ് വരിക? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഫാർമസി ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ്. ഏത് വർഷമാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫാർമസി ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1948 ആണ് കേട്ടോ. 1947 ആണ്. ഓക്കെ, അതുപോലെ തന്നെ PCPNDT ആക്ട് that was approved on. ഓർമ്മയുണ്ടോ? PCPNDT ആക്ട് അല്ലെ. അതായത് നമ്മളുടെ എന്താണ് ഈ പറയുന്ന പെൺഭ്രൂണ ഹത്യ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ആക്ട് ആണ് PCPNDT ആക്ട്. വർഷം ഏതായിരുന്നു? ഏതായിരുന്നു വർഷം? 1994 സെപ്റ്റംബർ 24 കേട്ടോ. 1994 സെപ്റ്റംബർ 20. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. A claim for compensation under CPA must be filed within dash years. CPA എന്താണ്? CPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ. A claim for compensation under CPA
FDA that must be filed within dash years. Options വായിക്കാം 2 year, 1 year, 3 year and 4 year. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 3 വർഷങ്ങൾക്കുള്ളിൽ ഇത് ചെയ്തിരിക്കണം. ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള കേസുകൾ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പൊ കണ്ടോ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് അവിടെ നിന്ന്. പിന്നെ നമ്മൾ പഠിച്ചത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ഇതുപോലെ വലിയൊരു ചാപ്റ്റർ ആണ്. മെഡിക്കൽ റെക്കോർഡ് ഒരു ലീഗൽ റെക്കോർഡാണ്. ലീഗൽ റെക്കോർഡാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ആ ഫസ്റ്റ് പേജിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ് പോളിസികളെ പറ്റിയിട്ടാണ് അല്ലെ. പോളിസികൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, അന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നീണ്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 6 ഡിജിറ്റ് നമ്പർ ആണ് പൊതുവെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അതുപോലെ രജിസ്ട്രേഷൻ സംവിധാനങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഫോളോ ചെയ്യണം. എന്ത് കേസ് ഒഴികെ, ലേബറും എമർജൻസി കേസും ഒഴികെ എന്ത് ചെയ്തിരിക്കണം, അപ്പോയിന്റ്മെന്റ് സംവിധാനം ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ആരാണ് ഫയൽ ചെയ്ത് റിസീവ് ചെയ്ത് ഫയൽ ചെയ്തിരിക്കുന്നത് പഠിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ഇൻപേഷ്യൻസ് ആയാലും ഔട്ട് പേഷ്യൻസ് ആയാലും ഈ ഫയലുകൾ റിസീവ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും രണ്ട് രീതിയിലാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഒരു ഹെൽത്ത് സെന്റർ, ഒരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടുകൂടിയാണ്, റെഫറലിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ 3 ഫോംസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോന്ന് എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ റെഫറൽ ലെറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ഫോംസ് ഓഫ് റെഫറൽ ലെറ്റേഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്ന് എവിടെയൊക്കെയാണ് സൂക്ഷിക്കുന്നത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ ഓഫീസ് അല്ലെ. അതുപോലെ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന പോലെ ഡാമ പേഷ്യൻസിന്റെ ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്. പിന്നെ നമ്മൾ പറഞ്ഞു മരണമൊഴി രേഖപ്പെടുത്തേണ്ട ആളുകളുടെ ആരുടെ സാന്നിധ്യത്തിലാണ്, മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. മജിസ്ട്രേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റു 3 പേരുടെ സാന്നിധ്യത്തിലാണ്, ഡോക്ടർ, നഴ്സ് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അവരുടെ സാന്നിധ്യത്തിലായിരിക്കും എന്നൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. അതുപോലെ ഒരു മെഡിക്കൽ റെക്കോർഡ് ഒരു 30 ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആൽഫ ന്യൂമറിക് കോഡ് ഉപയോഗിച്ച് കോഡ് ചെയ്യും. പിന്നെ നമ്മൾ പ്രയോറിറ്റി, ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡുകൾ വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു റെക്കോർഡ് റിട്ടൈൻ ചെയ്ത് മറ്റുള്ള റെക്കോർഡുകളൊക്കെ ക്യാൻസൽ ചെയ്ത് കളയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അപ്പോഴും നമ്മൾ അവിടെ പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ പ്രയോറിറ്റിയുടെ 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മെഡിക്കോ ലീഗൽ കേസ് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾക്കാണ്, റെക്കോർഡുകൾക്കാണ്. രണ്ടാമത്തെ ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ് അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പ്രയോറിറ്റി ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് മെഡിക്കൽ റെക്കോർഡിന്റെ കണ്ടന്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. കണ്ടന്റുകൾ പ്രധാനമായിട്ടും നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് പഠിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് അല്ലെ, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡാറ്റ. അങ്ങനെ നമ്മൾ 2 ആയിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചത്. അതിൽ ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം സ്പെഷ്യൽ കൺസെന്റ് ഒക്കെ വാങ്ങുന്നത് എപ്പോഴാണ്, സർജറിയുടെ സമയത്താണ്. അതിനേക്കാൾ ഉപരി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ ഡാറ്റകളാണ്. നമ്മൾ 22ഓളം ക്ലിനിക്കൽ ഡാറ്റകൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, ഫിസിഷ്യൻ ഓർഡർ എന്താണ്, പാത്തോളജി റിപ്പോർട്ട് എന്താണ്, ഫിസിയോതെറാപ്പി റിപ്പോർട്ട്, നഴ്സസ് നോട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത് സ്കൂളിലെ കാര്യം പറഞ്ഞത്. പ്രോഗ്രസ് നോട്ട് കേട്ടോ. ഓക്കെ, പ്രോഗ്രസ് നോട്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അതുപോലെ അനസ്തേഷ്യ റിപ്പോർട്ട്, സോഷ്യൽ സർവീസ് ഡാറ്റ. ഓക്കെ, അതുപോലെ ഡിസ്ചാർജ് സമ്മറി. അങ്ങനെ നമ്മളൊരു 10-22 ക്ലിനിക്കൽ ഡാറ്റകൾ എന്ന് പറഞ്ഞ് അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് എന്നെടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരണം കേട്ടോ. കണ്ടന്റിൽ 2 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്, ആ രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. വായിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ അസംബ്ലിംഗ് ആണ് പഠിച്ചത്. മെഡിക്കൽ റെക്കോർഡുകളുടെ അസംബ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടത്. അതിന് വലിയ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. പിന്നെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിനകത്ത് ഫയലിംഗ് സിസ്റ്റം ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. മെഡിക്കൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം 4 ടൈപ്പ് ഓഫ് പറഞ്ഞിട്ടുണ്ട്. സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം അല്ലെ, യൂണിറ്റ് നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം,
സിസ്റ്റം, അത് അങ്ങനത്തെ അതുപോലെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്, അതിന്റെ കോഡുകളൊക്കെ നിങ്ങൾ ഓർക്കണം കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് ഫയൽ, TSP അല്ലെ, അതുപോലെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്, അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗിലൊക്കെ ചിലപ്പോൾ ആ ഒരു 6 ഡിജിറ്റ് നമ്പർ തന്നിട്ട് അതിന്റെ പ്രൈമറി ഡിജിറ്റ് ഏതാണ്, സെക്കൻഡറി ഡിജിറ്റ് ഏതാണ്, ടെർഷ്യറി ഡിജിറ്റ് ഏതാണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതൊന്നും തിരിച്ചു വെക്കരുത്. അത് ടെർമിനൽ ആണോ അതോ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണോ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ പിന്നെ നമ്മള് ഫോർമാറ്റ് പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ് SOMR, POMR, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. SOMR എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഇതിന്റെ സോഴ്സുകളായിട്ടാണ്. POMR ആണെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആണ്. POMR വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. POMR-ൽ വരുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം സോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സോപ്പ് എന്നുള്ള ഫോർമാറ്റിലാണ് അതിലെഴുതുക. S എന്താണ്, O എന്താണ്, A എന്താണ്, P എന്താണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ IMR അല്ലെ, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്താണ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കേട്ട് നോക്കാം. നോക്കട്ടാ. Dash are normally a measure set by an expert authority as the rule for measuring quantity and quality. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആ മെഡിക്കൽ റെക്കോർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ക്വാളിറ്റി, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ സി സർവീസസ്, ഓപ്ഷൻ ഡി എക്കണോമിക്സ്. ആൻസർ ഏതാണ്? സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. കാര്യം നിങ്ങൾ ഈ ക്വാളിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2 ചാപ്റ്റർ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഡീവിയേഷൻ പഠിക്കുന്നുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. ഇതിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതേ സ്റ്റാൻഡേർഡിനെ പറ്റി മെഡിക്കൽ റെക്കോർഡിന് നമ്മൾ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക. ഡാഷ് റിട്ടേൺ at the termination of hospitalization. Dash return at the termination of hospitalization. ഏതാണ്? പ്രിസ്ക്രിപ്ഷൻ, മെഡിക്കൽ ചാർട്ട്, ഡിസ്ചാർജ് സമ്മറി, ഹെൽത്ത് റെക്കോർഡ്. എന്താണ് മെഡിക്കൽ, എന്താണ് സോറി ഡിസ്ചാർജ് സമ്മറിയാണ് അല്ലെ. സമ്മറിയല്ലേ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ അവസാനം നമ്മൾ എഴുതുന്നത്. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചേ. ഡിക്ലറേഷൻ ഓഫ് എ പേഷ്യന്റ് can be registered in the presence of dash in the absence of magistrate. ശ്രദ്ധിച്ചോ, in the absence of magistrate. Option A treating physician, option B nurse, option C hospital administrator, option D all of the above. ആൻസർ ഏതാ വരിക? all of the above ആണ് ആൻസർ വരിക അല്ലെ. സാധാരണ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ അത് ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇൻ കേസ് മജിസ്ട്രേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3 പേരുടെ സാന്നിധ്യത്തിൽ വേണമെന്നത് രജിസ്റ്റർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, dash includes an opinion of a patient's condition by a specialized physician. Options വായിക്കാം. Physician order, pathology report, consultation report, progress order. എന്താണ് ആൻസർ വരിക? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. കണ്ടോ, ക്ലിനിക്കൽ ഡാറ്റയിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ INTPR ചാർട്ട് T stands for എന്താണ്? പൾമണറി എംബോളിസം ആണോ, പ്രഷർ ആണോ, പൾസ് ആണോ, പീരിയഡ് ആണോ? എന്താണ് ആൻസർ? പൾസ് അല്ലെ, പൾസ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ പീൽ എന്ന് തുടങ്ങുന്ന മറ്റു വാക്കുകളാണ് നമുക്ക് സംശയം വരരുത്. P for പൾസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ഡാറ്റാബേസ് ഇൻക്ലൂഡ് ഡാഷ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ, ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഓപ്ഷൻസ് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ മാറും കേട്ടോ. ഡാറ്റാബേസ് ഇൻക്ലൂഡ് ഡാഷ്. ഓപ്ഷൻസ് വായിക്കാം. ചീഫ് കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനെസ്, പാസ്റ്റ് ഹിസ്റ്ററി, ഓൾ ഓഫ് ദി എബവ്. എവിടെന്ന ക്വസ്റ്റ്യൻ? മെഡിക്കൽ റെക്കോർഡിനെ POMR ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാറ്റാബേസ് അല്ലെ, പ്ലാനിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ ഡാറ്റാബേസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓൾ ഓഫ് ദി എബവ് ആൻസർ വരിക അല്ലെ. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ചീഫ് കംപ്ലൈന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ രോഗിയുടെ നിലവിലെ ഇന്നത്തെ പാസ്റ്റ് ഹിസ്റ്ററി എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്സ് ഇൻ ദ POMR ഫോർമാറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ഡാഷ്. അതാണ് the writing of progress notes in the POMR format is often referred to as dash. Option A SOPI, option B integrated medical record, option C POMR, option D SOMR.
ഓപ്ഷൻ ഏതാണ് ആൻസർ വരിക? സോപ്പിംഗ് ആണ് ആൻസർ വരിക അല്ലെ. SOMR, POMR, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞ മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റുകളാണ്. അതിൽ തന്നെ POMR ഫോർമാറ്റില് അതിനകത്ത് നമ്മൾ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റ് ആണ് സോപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ എടുത്ത ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അതിനകത്ത് നമ്മൾ കുറെ ടേംസുകൾ അതിന്റെ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻഷുറർ ആരാണ്, ഇൻഷുർഡ് ആരാണ്, ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം എന്താണ്, ഓക്കെ, അതുപോലെ പ്രീമിയം എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്ലെയിം ഇൻഷുറൻസ് തമ്മിലുള്ള വ്യത്യാസം, എക്സ്ക്ലൂഷൻ എന്താണ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന് പൊതുവെ കവർ ചെയ്ത് പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞിട്ടു അല്ലെ. അതായത് നമുക്ക് പോളിസി എടുത്ത ഉടനെ തന്നെ ചില അസുഖങ്ങൾക്ക് ഉടനടി എന്ത് ലഭിക്കില്ല, പരിരക്ഷ ലഭിക്കില്ല. അതിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ വെക്കും. സാധാരണ വെയിറ്റിംഗ് പീരീഡ് എത്ര വർഷം വരെയാണ് അതിൽ പറയുന്നത്. പിന്നെ വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാപ്റ്ററിനകത്ത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. IRDA എന്താണ്, അതിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കാം. ഓക്കെ, പിന്നെ നമ്മള് മെഡിക്കൽ ഇൻഷുറൻസിന് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓർമ്മയുണ്ടല്ലോ, ഹോസ്പിറ്റലൈസേഷൻ കവർ അല്ലെ, അതുപോലെ തന്നെ ടോപ്പ് അപ്പ് കവർ, അതുപോലെ ആക്സിഡന്റ് കവർ പോളിസി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഒരു 3 ഇൻഷുറൻസ് സ്കീമുകൾ അതിനകത്ത് പരിചയപ്പെട്ടിരുന്നു. ഒന്ന് ESI വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ CGHS സ്കീമിനെ പറ്റി പഠിച്ചു, RSDYനെ പറ്റി പഠിച്ചു. അതൊക്കെ തുടങ്ങിയ വർഷങ്ങൾ നോട്ട് ചെയ്യാം. അന്നേ ഞാൻ പറഞ്ഞിരുന്നു ആ 3 സ്കീമും പഠിക്കുമ്പോൾ പരസ്പരം കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമ്പാരിസണിലൂടെ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗം നിങ്ങളെ കഴിഞ്ഞു. അതായത് ESIയും CGHSഉം RSDYയും ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഒരുമിച്ച് ആ ഇൻഷുറൻസിനുള്ള ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പഠിക്കാനുള്ള കാര്യം അവിടെ തീരും. ഒന്നും നിങ്ങൾ പഠിച്ചു കഴിയും. ഓക്കെ, നമുക്ക് CGHS കാർഡിന്റെ ആ ഒരു സ്റ്റാറ്റസ്, അതിനൊരു കളർ കോഡ് ഒക്കെ പറയുന്നത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കണം. കളർ കോഡ് ചോദിച്ചിട്ട് അത് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ ഏത് സ്റ്റാറ്റസിലുള്ള ആളുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ഇൻഷുറൻസ് എങ്ങനെയാണ് ക്ലെയിം, ആ ക്ലെയിം പ്രോസസ് എങ്ങനെയാണ്, ക്ലെയിം, ഫയലിംഗ് ക്ലെയിം അല്ലെ, കുറച്ച് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരു ബജാജ് റെന്റ് കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് പിക്ചോറിയൽ ആയിട്ട് നിങ്ങൾ അവിടെ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ 2 ക്വസ്റ്റ്യൻസുകൾ നോക്കാം നമുക്ക്. Which of the following diseases is typically excluded from coverage under the waiting period? ഒരു ചോദ്യം വായിക്കാം. Which of the following diseases is typically excluded from the coverage under the waiting period? ഏതൊക്കെയാണ് ഓപ്ഷൻസ് വായിക്കാം. Benign prostatic hypertrophy, ഓപ്ഷൻ ബി ഹെർണിയ, ഓപ്ഷൻ സി കാറ്ററാക്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ ഏതാ വരിക? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ കേട്ടോ. അടുത്ത നോക്കിയേ, the waiting period can be between. വെയിറ്റിംഗ് പീരീഡ് എത്ര വർഷം വരെയാവാം? 6 months ആണോ, 1 year ആണോ, 12 to 48 months ആണോ, അത് 15 years ആണോ? ഇതാണ് ആൻസർ, 12 to 48 months കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി അവിടെ പഠിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന ESI, RSDY, CGHS ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ. കാര്യം എന്താ, ഒരു സൊസൈറ്റിക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണ് ഇൻഷുറൻസ് സ്കീമുകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇൻഷുറൻസ് പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ social health insurance, option B home insurance, option C travel insurance, option D fire insurance. ഇതാണ് ആൻസർ വരിക, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ESI പഠിക്കുമ്പോൾ ഒരു പോയിന്റ് അതിനകത്ത് വിട്ട് കളയരുത് കേട്ടോ. ESI പഠിക്കുമ്പോൾ ഒരു പോയിന്റ് അതിനകത്ത് വിട്ട് കളയരുത്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വസ്തു വെക്കുന്ന കേട്ടോ. നോക്കുക, the workers drawing wages not in excess of dash per month can take part in the ESI scheme. അതിന്റെ ഒരു ലിമിറ്റ് നമ്മൾ പറഞ്ഞു. എത്രയെന്നാ ലിമിറ്റ് ഓർമ്മയുണ്ടാവും?
ESI ആനുകൂല്യം ലഭിക്കാൻ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് ബുഷ്ര. 21,000 കേട്ടോ. പണ്ട് എനിക്കൊരു 15,000 രൂപയൊക്കെ ആയിരുന്നു, പിന്നീട് അത് മാറ്റിയതാണ് കേട്ടോ. പിന്നീട് അത് മാറ്റിയിട്ട് ഇപ്പൊ ലെവലിലേക്കിട്ടുണ്ട് 21,000 രൂപ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ നോക്കിയൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. റെഡ് കളേർഡ് സ്ട്രിപ്പ് ഇൻ ദ CGHS കാർഡ് represents dash കേട്ടോ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ മെമ്പർ ഓഫ് ദ പാർലമെന്റ്, ഓപ്ഷൻ ബി ജേർണലിസ്റ്റ്, ഓപ്ഷൻ സി പെൻഷനർ, ഓപ്ഷൻ ഡി സർവീസ് ഗവൺമെന്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് മെമ്പർ ഓഫ് ദ പാർലമെന്റ് കേട്ടോ. അടുത്തത് RSPY ഓർമ്മയുണ്ടല്ലോ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഇതിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ദാരിദ്ര്യ BPL ഫാമിലീസിനും അതുപോലെ വർക്കേഴ്സിന്റെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, അസംഘടിത മേഖലയിലെ തൊഴിലാളികള്. അറിയാലോ അവരാരൊക്കെയാണ്? നമ്മുടെ ഈ അതിഥി തൊഴിലാളികള്, അതുപോലെ കൂലിപ്പണിക്കാര്, റിക്ഷാ തൊഴിലാളികള്, കർഷകര്, അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് സംഘടനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഓക്കെ, അടുത്തതൊക്കെ വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ദ പ്രോസസിംഗ് എ ക്ലെയിം? നമ്മളൊരു ക്ലെയിം പ്രോസസ് അവിടെ പഠിച്ചിട്ടല്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റേസിംഗ് എ ക്ലെയിം, ഓപ്ഷൻ ഡി പ്രൊവൈഡിംഗ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഓപ്ഷൻ സി ഫയലിംഗ് എ ക്ലെയിം ആൻഡ് ഓപ്ഷൻ ഡി റിസീവിംഗ് ക്ലെയിം പേയ്മെന്റ്. അതാണ് ഓപ്ഷൻ തരാം. ഫയലിംഗ് എ ക്ലെയിം ആണ് കേട്ടോ. ഫസ്റ്റത്തേത് റേസിംഗ് എ ക്ലെയിം ആണ്, സെക്കൻഡില് നമ്മൾ ഫയലിംഗ് എ ക്ലെയിം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത് നിങ്ങൾ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇതേ ക്വസ്റ്റ്യൻ വരുന്നല്ല ഞാൻ പറഞ്ഞത്, ഇതേ രീതിയിലാണ് വരിക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പഠിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ 7 മെഡിക്കൽ ഗ്യാസുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ആ 7 മെഡിക്കൽ ഗ്യാസുകളും അതതിന്റെ ഉപയോഗങ്ങള് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. നമ്മളോട് ചോദിക്കും, അത് എന്നിട്ട് ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് അതിന് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ എന്തിനു ഉപയോഗിക്കുന്നു, അതുപോലെ വാക്വം എന്തിനു ഉപയോഗിക്കുന്നു, മെഡിക്കൽ എയർ എന്തിനു ഉപയോഗിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് എന്തിനു ഉപയോഗിക്കുന്നു, നൈട്രസ് ഓക്സൈഡ് ലാഫിക് ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? നൈട്രജൻ ആണ് കൂടുതൽ യൂസേജ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മള് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കളർ കോഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ആ കളർ കോഡിന്റെ ഒരു ടാബുലർ കോളം ഉണ്ട് പഠിക്കാനായിട്ട്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അത് നമ്മൾ പല കാറ്റഗറി തിരിച്ച് പറയുന്നുണ്ട്. പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്തിരിക്കുക. അത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, എളുപ്പമുള്ള കാര്യങ്ങളാണ്. പിന്നെ റെഗുലേറ്റർ എന്താണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. റെഗുലേറ്റർ എന്താണ്, അതുപോലെ എന്താണ് ബോയിൽസ് മെഷീൻ. അതായത് ബോയിൽസ് മെഷീൻ അറിയാലോ, അനസ്തെറ്റിക് ഗ്യാസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സഹായിക്കുന്ന ഒരു മെഷീനാണ് ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകൾ. 6 കമ്പോണന്റുകൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സോഴ്സസ്, ഓക്കെ, അതുപോലെ പൈപ്പിംഗ് ലൈൻ, പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാൽവുകള്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ്, ഓരോന്നിന്റെയും ഉപയോഗങ്ങൾ നോക്കി വെക്കുക. പൈപ്പ് നെറ്റ്വർക്ക്, പൈപ്പ് ഉണ്ടാക്കാൻ നമ്മൾ കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒക്കെ നോക്കാം. എളുപ്പമുള്ളതാണ്. വിച്ച് മെഡിക്കൽ ഗ്യാസ് ഇസ് നോൺ ആസ് എ ലാഫിംഗ് ഗ്യാസ്? പലതവണ ചോദിച്ചതാണ്. ഉത്തരം ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ആണ്. അതുപോലെ വിച്ച് കമ്പോണന്റ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു സപ്ലൈ ഗ്യാസ്? ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിലെ കമ്പോണന്റ് ഏതാണ്? ഏതാണ്? ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് MSDS. MSDS എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ 3rd മൊഡ്യൂളിൽ പഠിച്ച ക്വാളിറ്റി അഷുറൻസ് NABH അതിന്റെ തന്നെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ പറയുന്ന കുറെ പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട 9 കമ്പോണന്റുകൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ആക്സസ് ഓർമ്മയുണ്ടല്ലോ, കുറച്ച് പോയിന്റുകൾ തുടക്കം പഠിക്കുന്നുണ്ട്. ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 9 കമ്പോണന്റ് പഠിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ JCA പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. JCA എന്താണ്, പിന്നെ JCA അക്രഡിറ്റേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. NABH JCA തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. എത്ര വർഷം കൂടുമ്പോഴാണ് NABH ആണ് JCA റിവൈസ് ചെയ്യുന്നത്,
അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ കമ്പോണന്റുകൾ എത്രയാണ് അല്ലെ, ABHലാണെങ്കിൽ 10 ചാപ്റ്റർ അല്ലെ, 100 സ്റ്റാൻഡേർഡ്, അതൊന്നും ഒബ്ജക്റ്റീവ് എലമെന്റ്, അത് തന്നെ JCAയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പഠിച്ചത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലകളാണ്. 32 ഫോർമുലകളാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഞാൻ മാർക്ക് ചെയ്ത് തന്നിരുന്നു. എങ്കിലും നിങ്ങളത് എല്ലാം വായിച്ചു നോക്കാതെ അവിടെയൊക്കെ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇൻറ്റു ആണോ, ബൈ ആണോ, ഇൻറ്റു 100 ഉണ്ടോ, അതോ ഇൻറ്റു 1000 ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നും. ചിലതില് ഇൻറ്റു ഉള്ളടുത്ത് ഡിവിഷൻ ആയിരിക്കാം. ആ രീതിയിലൊക്കെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ 5 പേരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പഠിച്ചത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർമ്മയുണ്ടല്ലോ, ഔട്ട്പേഷ്യൻ സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് കൗൺസിലർ കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. എങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കാം കേട്ടോ. വായിക്കുമ്പോ ആ ഒരു കൺഫ്യൂഷൻ വരും എന്ന് തന്നെ ആലോചിച്ച് അത് വായിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതിലിപ്പോ ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത്. ഏകദേശം ഒരു കണ്ടന്റ് പോയിന്റ് മാത്രമായിട്ട് അതിനകത്ത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ കൂടുതലൊന്നും നിങ്ങളുടെ അടുത്ത് ഇനി പറയാനായിട്ടില്ല. നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് അവസാനിക്കുന്നുള്ളതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയിക്കും കേട്ടോ. നിങ്ങളുടെ ക്ലാസ് റൂമിൽ അറിയിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ 1-2 ദിവസം എന്നെ വീണ്ടും കാണേണ്ടി വന്നേക്കാം. ചിലപ്പോൾ കട്ടിയില്ലെന്ന് വരാം. ഇൻ കേസ് കട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇപ്പോഴേ തന്നെ പറയാണ്. എന്തായാലും HA16 ബാച്ച് നല്ല കുട്ടികളായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം തുടക്കം ഉണ്ടായിരുന്ന സ്ട്രെങ്ത് പിന്നെ കുറഞ്ഞു വന്നിരുന്നു. എനിക്ക് തോന്നുന്നു 3rd-ഉം 4th-ഉം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തപ്പോ കുറച്ച് കുട്ടികളെ ഉള്ളൂ. വളരെ കുറച്ച് പിള്ളേരൊക്കെ എനിക്കറിയാം കേട്ടോ. ആവണീനൊക്കെ സ്ഥിരമായിട്ട് ചേർന്ന് കുട്ടിയെന്നറിയാം. ആവണി, സഞ്ജിന, പിന്നെ ആരൊക്കെയാണ്, ഡോണ, അസാന, പിന്നെ ഫാത്തിമ എന്നൊരു കുട്ടിയില്ലേ, ആമിന, പിന്നെ കുറച്ച് പേരുണ്ടല്ലോ, പേര് പറഞ്ഞു, സച്ചിന, ശരണ്യ, അവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു തുടക്കപ്പോ സുരേഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു അല്ലെ, പിന്നെ ഗഗനയോ അങ്ങനെയൊക്കെ ഒരു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും പിന്നെ കണ്ടിട്ടില്ല. 3rd, 4th കുട്ടികളൊക്കെയാണ്. ഈ പറഞ്ഞ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ് അറിയാം. അപ്പോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനിയുള്ള സമയങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യരുത്. അതുപോലെ പഠിക്കുക. പഠിച്ച് നമുക്കൊരു മാർക്ക് നേടുന്നതിനേക്കാൾ ഉപരി ജോലിയിലേക്ക് നമുക്ക് എത്തിപ്പെടാം അല്ലെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനെ വരുന്ന അവസരങ്ങളൊക്കെ പോകണം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മള് നല്ല ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം. മാക്സിമം നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് നല്ല സ്കോർ, ഞാൻ പറഞ്ഞില്ല സ്കോർ വാങ്ങുക എന്നുള്ളത് കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ജോലിയിൽ കയറാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കില്ലുകളൊക്കെ നമ്മളിപ്പോ തിയറിറ്റിക്കലായിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ ഏറ്റവും എല്ലാ നന്മകളും ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങളെല്ലാ കുട്ടികളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് അച്ഛനല്ല, എല്ലാ അച്ഛനും നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാവരും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇത് ജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഇപ്പോഴും ഓർക്കുക, ഇനിയിപ്പോ നമ്മൾ വെറും 6 മാസത്തെ ഒരു പരീക്ഷ മാത്രമേ നമുക്ക് കൊണ്ടുള്ളൂ. എങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല, പറഞ്ഞാൽ മതി. പിന്നെ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ വരിക കേട്ടോ. കോൺവെക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് നിങ്ങളെ കാണാനായിട്ടൊരു അവസരം കിട്ടുന്നത്. മാക്സിമം എല്ലാവരും വരാനായിട്ട് നോക്കുക. ഇത്രയും നാള് എനിക്കും വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പറ്റി. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉള്ളത് കൊണ്ടാണ് എനിക്ക് സാധിച്ചത്. അതിന് നിങ്ങളോട് ഞാൻ നല്ല താങ്ക്സ് പറയുകയാണ് കേട്ടോ. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇപ്പോഴും സ്വന്തം കാര്യം നിൽക്കുക, സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്ത് കുറച്ചൊക്കെ എന്ത് ചെയ്യാ, സന്തോഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്താലോ? എന്നിട്ട് ചെയ്യാനോ? പറയാൻ പറ്റില്ല, ഞാനിപ്പോ യാത്രയൊക്കെ പറഞ്ഞു പോയി 2 ദിവസം വീണ്ടും അതിനെ കാണേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ പഠിക്കാം കേട്ടോ. ശരിയാണ്. ഓക്കെ, താങ്ക് യു.